ഈ രണ്ട് ആയത്തുകളിൽ വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്തിലെ മനുഷ്യർക്ക് അലങ്കാരമായി ഈ ഭൗതിക ജീവിതത്തിലെ വിഭവങ്ങളായി കരുതപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ, എന്നാൽ അതിനോടുള്ള ഒടുങ്ങാത്ത സ്നേഹവും ഇഷ്ടവും അത് മാത്രമാണ് ജീവിതം എന്ന് കാണുന്ന ആളുകൾക്ക് ഒരു തിരുത്താണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സുയ്യിന ലിന്നാസ്, ജനങ്ങൾക്ക് ചേതോഹരമാക്കിയിരിക്കുന്നു, അതിമനോഹരമാക്കിയിരിക്കുന്നു. എപ്പോഴും മനുഷ്യന്റെ ഹൃദയത്തിൽ മനോഹാരിത സൃഷ്ടിക്കുന്ന വസ്തുക്കൾ, ഹുബ്ബു ശഹവാത്ത്, അതായത് ഒന്ന് ഇഷ്ട വസ്തുക്കളോടുള്ള മോഹമാണ്. ചില ആളുകൾക്ക് ചില സാധനങ്ങൾ, ചില കാര്യങ്ങൾ, ചില വസ്തുക്കൾ വലിയ ഇഷ്ടമാണ്. ആ ചില വസ്തുക്കളോടുള്ള ഇഷ്ടം അത് ജനങ്ങൾക്ക് ഭംഗിയാക്കി കാണിക്കപ്പെട്ടിരിക്കും. അതെന്തൊക്കെയാണ്? മിനൻ നിസാ, സ്ത്രീകൾ, ഭാര്യമാർ. സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഭാര്യമാർ, ബനീൻ, മക്കൾ, വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ, സ്വർണത്തിന്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങൾ, ധനമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൽ ഖൈലിൽ മുസവ്വമതി, മേത്തരം നല്ല കുതിരകൾ, അങ്ങനെ വാഹനം. വൽ അൻആം, ആടുമാട് ഒട്ടകങ്ങൾ, കാലികൾ, കന്നുകാലികൾ. വൽ ഹർസ്, കൃഷിയിടങ്ങൾ. അപ്പൊ ഇതൊക്കെ ഓരോരുത്തർക്കും, ഇതെല്ലാം ഒരാൾക്ക് തന്നെ ആണെന്നില്ല. ഈ പറയപ്പെട്ട വസ്തുക്കളിലോടുള്ള അദമ്യമായ ആഗ്രഹം, മോഹം ജനങ്ങളുടെ ഹൃദയത്തിൽ പ്രകൃതിയാ തന്നെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെയാണ്? ഒന്ന് ഭാര്യമാർ, സ്ത്രീകൾ, മക്കള്, അതുപോലെ തന്നെ കുമിഞ്ഞുകൂടുന്ന സമ്പത്ത്, സ്വർണമാകട്ടെ വെള്ളിയാകട്ടെ, അതുപോലെ തന്നെ മേൽത്തരം കുതിരകൾ. കുതിരകൾ ഉദ്ദേശിക്കുന്നത് നല്ല നല്ല വാഹനങ്ങൾ. നമുക്കറിയാമല്ലോ, വാഹന പ്രേമികൾ എന്ന് തന്നെ പേര് തന്നെയുണ്ട്, വാഹന പ്രേമികൾ. പുതിയ പുതിയ വാഹനങ്ങൾ ഇറങ്ങുമ്പോൾ ആ പുതിയ പുതിയ വാഹനങ്ങൾ അതെത്ര വില കൂടിയതായാലും, ഈ അടുത്ത സമയത്ത് ഒരു ന്യൂസ് വായിക്കാനിടയായി, 17 കോടി ഓളം വില വരുന്ന, 17 കോടി പിന്നെ സിസ്റ്റം ലക്ഷമുണ്ട്, ഒരു വാഹനം കേരളത്തിലേക്ക് കൊണ്ടുപോകും. കേരളത്തിൽ അത് 2,60,00,000 രൂപ ടാക്സാണ്. 2,60,00,000 രൂപ ടാക്സ് കൊടുത്തിട്ടാണ് ആ വാഹനം കൊണ്ടുപോകുന്നത്. നോക്കട്ടെ, അതൊരു വാഹന പ്രേമിയാണ്. അപ്പൊ ഈ കേരളത്തിലൂടെ വണ്ടി ഓടിക്കുന്ന, വണ്ടി ഉപയോഗിക്കുന്നതിന് എത്ര രൂപയുടെ വണ്ടി വേണം? അത്രയും രൂപയുടെ വിലപിടിപ്പുള്ള വണ്ടി ഈ കേരളത്തിൽ കൊണ്ടുവന്ന് ഈ റോഡിലൂടെ എങ്ങനെ ഓടിക്കാൻ? അത് ടാക്സ് കൊടുത്താണ്. 2,60,00,000 രൂപയാണ് ടാക്സ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ചില വാഹന പ്രേമികളുണ്ട്. അതുപോലെ തന്നെ ആടുമാടൊട്ടകങ്ങൾ, അതായത് ഫാമുകൾ, കൃഷിയിടങ്ങൾ, ഏക്കർ കണക്കിലുള്ള പുരയിടം, ഇതൊക്കെ ചില ആളുകളുടെ താല്പര്യങ്ങളാണ്. എന്നാൽ ഈ വസ്തുക്കളെ എല്ലാത്തിനെയും പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ദാലിക മതാഉൽ ഹയാത്തി ദുനിയ, ഇതൊക്കെയും ഐഹിക ജീവിതത്തിന്റെ സുഖഭോഗ വിഭവങ്ങളാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ താല്പര്യം അനുസരിച്ചുകൊണ്ട് അവരുപയോഗപ്പെടുത്തുന്ന ചില വസ്തുക്കളാണ് ഇതൊക്കെ. എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, പടച്ചവന്റെ അടുക്കലാണ് ഏറ്റവും ഉത്തമമായ സങ്കേതമുള്ളത്. റബ്ബിന്റെ പക്കലാണ് ഏറ്റവും ഉത്തമമായ മടക്കമുള്ളത്, സങ്കേതമുള്ളത്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളുക. ഈ ഐഹിക ആഡംബര ജീവിതത്തിന്റെ പിന്നാലെ പാഞ്ഞിട്ട് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് കിട്ടാനിരിക്കുന്ന രസങ്ങളും സമ്മാനങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കല്ലേ, കളഞ്ഞു കുളിക്കല്ലേ എന്നാണ് ഈ ആയത്തിന്റെ ധ്വനി. എന്നിട്ട് തൊട്ടടുത്ത ആയത്തിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് കൽപ്പിക്കുകയാണ്, ഖുൽ നബിയെ, ഇത്തരം ആളുകളോട് അങ്ങ് പ്രബോധനം ചെയ്യും. എന്താ അങ്ങ് പറഞ്ഞു കൊടുക്കേണ്ടത്? അങ്ങ് ചോദിക്കുക, അഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും, ഇതിനേക്കാളെല്ലാം ശ്രേഷ്ഠമായ വസ്തുവകകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? ഉണ്ടോ? പ്രബോധനത്തിന്റെ ഒരു താല്പര്യം നോക്കണം. നേരത്തെ പറഞ്ഞ ഐഹിക ജീവിതത്തിന്റെ സുഖാഡംബര വസ്തുക്കളിൽ അഭിരമിച്ച് കഴിയുന്ന ജനങ്ങളോട് അവരുടെ മനോമുഖരങ്ങളെ തൊട്ടി ഉണർത്തിക്കൊണ്ടിട്ട് താങ്കൾ ചോദിക്കൂ നബിയെ, ഇതിനേക്കാളും മേൽത്തരം, ഇതിനേക്കാളും ഉത്തമമായ കാര്യം, ഹൈറായ കാര്യം നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം, ജീവിതത്തിന്റെ അഖില നിഖില മേഖലകളിൽ പടച്ചവനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വ ചെയ്തുകൊണ്ട് ആര് ഭൂമി ലോകത്ത് ജീവിക്കുന്നുവോ, പ്രഭാതവും പ്രദോഷവും രാത്രിയും പകലും എന്ന് വേണ്ട സകലതിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വ ചെയ്തുകൊണ്ട് ആര് ജീവിക്കുന്നുവോ, ജന്നാത്തുൻ തജ്രി ഇൻദ റബ്ബിഹിം ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്ന സമ്മാനം, അടിവാരങ്ങളിലൂടെ നദികൾ ഒഴുകുന്ന അതിമനോഹരമായ കമനീയമായ തോട്ടങ്ങൾ, ഫലഭൂഷ്ടിയുള്ള തോട്ടങ്ങൾ അല്ലാഹു സമ്മാനിച്ചു വെച്ചിരിക്കുകയാണ് സ്വർഗത്തിൽ. ഖാലിദീന ഫീഹാ, ഒരിക്കലും അവിടെ നിന്ന് അവരെ പുറത്താക്കപ്പെടുകയില്ല, ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റപ്പെടുകയില്ല, തന്നതിനെ വലിച്ച് തിരിച്ചെടുക്കപ്പെടുകയില്ല, മറിച്ച് വീണ്ടും വീണ്ടും തന്നുകൊണ്ടിരിക്കും. അവരവിടെ നിത്യവാസികളായിരിക്കും. രണ്ടാമത്തതോ അസ്വാജും മുതഹ്ഹറ, പരിശുദ്ധവതികളായ ഇണകളെ അല്ലാഹു അവിടെ സംവിധാനിച്ചു വെച്ചിരിക്കുന്നു. വൽവാനും മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള തൃപ്തിയും പൊരുത്തവുമുണ്ട്. വല്ലാഹു ബസീറും ബിൽ ഇബാദ്, അല്ലാഹു അടിമകളുടെ അവസ്ഥകളെയൊക്കെ കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നോക്കൂ, നിങ്ങൾ ഈ ഭൗതിക ജീവിതത്തിലെ ഇത്തരം ആഡംബരങ്ങൾ അത് മാത്രമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ ആഖിറത്തിന്റെ ജീവിതത്തെ നഷ്ടപ്പെടുത്തല്ലേ. നിങ്ങളുടെ ജീവിതം അഖിലത്തിലും തഖ്വ മുറുകെ പിടിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കും. അള്ളാഹു ഇതിനേക്കാളും ഏറ്റവും മനോഹരമായ ഇത്തരം സംവിധാനങ്ങൾ സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിമനോഹര പരിശുദ്ധവതികളായ ഇണകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. മാത്രമല്ല അള്ളാഹുവിൽ നിന്നുള്ള പൊരുത്തവും തൃപ്തിയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തഖ്വയോടെ നിങ്ങൾ ജീവിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുകയാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബുഖാരി ഇമാം മുസ്ലിമിലും സഹീഹായി വന്നിട്ടുള്ള ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ തറക്തു ബഅദി ഫിത്നതൻ അദറു അല റിജാലി മിനൻ നിസാ, ഞാൻ എനിക്ക് ശേഷം നിങ്ങളുടെ ഇടയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഏറ്റവും വലിയ ഫിത്ന എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ഫിത്ന എന്ന് പറയപ്പെടുന്നത് സ്ത്രീ പുരുഷന്മാരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഫിത്നകളാണ്, കുഴപ്പങ്ങളാണ്. ലോകത്ത് നടക്കുന്ന കുഴപ്പങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കുഴപ്പമാണ് സ്ത്രീ പുരുഷന്മാരുടെ ഇടയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാൽ ആ പ്രശ്നങ്ങളുടെ നടുവിൽ അദ്ദുനിയാ മതാഉൻ, തീർച്ചയായിട്ടും ഈ ദുനിയാവെന്ന് പറയപ്പെടുന്നത് ചരക്കുകളാണ്, വിഭവങ്ങളാണ്. വഖൈറു മതാഇഹാ, ആ വിഭവങ്ങളിൽ, ആ ചരക്കുകളിൽ ഏറ്റവും ഉത്തമമായത് അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ ഭാര്യയാണ്, ഇണയാണ്. ആരായി സ്വാലിഹത്തായ ഭാര്യ? ഇന്നളറ ഇലൈഹാ സറത്തുഹു, നീ അവളിലേക്ക് എപ്പോഴൊക്കെ നോക്കുമ്പോഴും അവൾ നിന്നെ വല്ലാതെ സന്തോഷിപ്പിക്കും. നിന്റെ മനസ്സ് കലങ്ങി മറിഞ്ഞ് ടെൻഷൻ അടിച്ച് ഒരുപടി പ്രശ്നങ്ങളുമായി അവളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഒരു നോട്ടത്തിൽ തന്നെ നിന്നെ അവളെ സന്തോഷിപ്പിക്കും. വൈൻ അമറഹ അതാഅതു, നീ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അത് സർവാത്മന അനുസരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും അവൾ. വൈൻ ഗാബ അൻഹ,
ഇനി നീ അവളുടെ അടുക്കൽ നിന്ന് മറഞ്ഞ് ഏതാനും നാളുകൾ, ഏതാനും മാസങ്ങൾ, വർഷങ്ങൾ അവരുടെ അടുത്ത് നിന്ന് നീ മാറി ദൂരേക്ക് എവിടെയെങ്കിലും മറഞ്ഞു പോവുകയാണ് എങ്കിൽ നിന്റെ സമ്പത്തിനെ അവൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യും. മാത്രമല്ല, നിനക്ക് സമർപ്പിച്ച അവളുടെ ശരീരത്തെ മറ്റുള്ളവരിൽ നിന്ന് കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവളുടെ കണ്ണിനെയും കാതിനെയും ശരീരത്തെയും അവൾ സൂക്ഷിക്കും, മാന്യമായിട്ട് അവൾ ജീവിക്കും. അങ്ങനെയുള്ള പെണ്ണാണ് സ്വാലിഹത്തായ പെണ്ണ് എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.